ഇപ്പോൾ ചൈനയുമായിട്ടുള്ള മഞ്ഞുരുകുന്നതിന്റെ ചില സൂചനകളാണ്, അതിന്റെ തുടക്കമാണ് കണ്ടുവരുന്നത്. ഈ വർഷം അവസാനത്തെ ഈ ഒരു നിർണായകമായ ഒരു കച്ചവട കാലഘട്ടത്തിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. അതായത് അവധിക്കാല സീസണിന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ട്രംപ് ചൈനയുമായിട്ടുള്ള താരിഫ് ഉടമ്പടി 90 ദിവസത്തേക്കും കൂടി തൽക്കാലം അത് നീട്ടിവെച്ചിരിക്കുകയാണ്. ഏതാണ്ട് നവംബർ പകുതിയോടുകൂടി ആയിരിക്കും ഈ പുതിയ തീരുമാനം വരുന്നത്. ചൈനയുടെ അടുത്തും എസ് കെ നേരത്തെ ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞതുപോലെ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ഭീഷണി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് മാത്രമല്ല, ഈ തീരുവ ഏതാണ്ട് 500% വരെ US പ്രസിഡന്റിന് ഉയർത്താൻ ഉള്ള നിയമപരമായിട്ടുള്ള അനുവാദം ഉണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് മാത്രമല്ല, ഈ ഞായറാഴ്ച ഡൊണാൾഡ് ട്രംപ് ഒരു വിലപേശൽ ചൈനയുമായി നടത്തിയിരുന്നു. അമേരിക്കയുടെ സോയാബീൻസുകൾ വാങ്ങുന്നത് 4 ഇരട്ടിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ചൈന അത് സമ്മതിച്ചോ എന്ന് ഇതുവരെയും വ്യക്തമല്ല. അത് സംബന്ധിച്ചുള്ള മറ്റു റിപ്പോർട്ടിംഗ് ഒന്നും വന്നിട്ടില്ല. നവംബർ ആദ്യം വരെ ഈ കാലാവധി നീട്ടിയിരിക്കുന്നത് വളരെ നിർണായകമാണ്. കാരണം ഈ ക്രിസ്മസ് സീസണിലാണ് ചൈനയുടെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ, അതായത് ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ എത്തുന്നത്. അത് മാത്രമല്ല, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സീസണാണ് താങ്ക്സ് ഗിവിംഗ് മുതൽ ക്രിസ്മസ് അവസാനം വരെ. അതുകൊണ്ട് കയറ്റുമതിയിൽ വലിയ വർധനയുണ്ടാകും.